വിവാദ ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം എന്നുള്ള വാർത്തയാണ്. ഡിവൈഎസ്പി മധു ബാബുവിന് ഇപ്പോൾ കോട്ടയം അഡീഷണൽ SP ആയി നിയമനം നൽകിയിരിക്കുന്നു. കഴിഞ്ഞ സർക്കാരാണ് സ്ഥാനക്കയറ്റത്തിന് ശുപാർശ ചെയ്തത് എന്നതാണ് വിവരം. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഈ കസ്റ്റഡി മർദ്ദനത്തിൽ വിവാദത്തിലായ ഡിവൈഎസ്പി മധു ബാബുവിനാണ് ഇപ്പോൾ സ്ഥാനക്കയറ്റം നൽകി ഉത്തരവിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാർ ഇദ്ദേഹത്തിന് ശുപാർശ നൽകിയിരുന്നു. ഡിപ്പാർട്ട്മെന്റിൽ പ്രൊമോഷൻ കൌൺസിലിന്റെ അംഗീകാരം നൽകിയതടക്കമുള്ള കാര്യങ്ങൾ അന്ന് വലിയ വാർത്തയായിരുന്നു. ഏതായാലും മാസങ്ങൾക്ക് മുൻപാണ് മധു ബാബുവിനെതിരെ പരാതിയുമായി ജയകൃഷ്ണൻ തണ്ണിത്തോടെന്ന SFI ജില്ലാ പ്രസിഡന്റ് മുന്നോട്ട് വന്നത്. കള്ളക്കേസിൽ കസ്റ്റഡി എടുത്ത് ക്രൂരമായി മർദ്ദിച്ചുവെന്നായിരുന്നു ജയകൃഷ്ണന്റെ പരാതി. കർണപടം അടിച്ചു തകർത്തുവെന്നും പെപ്പർ സ്പ്രേ പ്രയോഗിച്ചുവെന്നും ജയകൃഷ്ണൻ ആരോപിച്ചിരുന്നു. പിന്നാലെയാണ് 22 കള്ളക്കേസുകൾ തനിക്കെതിരെ ചുമത്തിയെന്ന ആരോപണവുമായി ജ്വല്ലറി ഉടമയായ പത്തനംതിട്ട സ്വദേശിയും രംഗത്തെത്തിയത്. ഇദ്ദേഹത്തെയും കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു അന്നത്തെയും പരാതി. 2006 ഓഗസ്റ്റിൽ പള്ളിപ്പുറം സ്വദേശിയെ മർദ്ദിച്ച കേസിൽ കോടതി തടവും പിഴയും നൽകി ശിക്ഷിച്ച ഉദ്യോഗസ്ഥനാണ് ഡിവൈഎസ്പി മധു ബാബു എന്നുള്ളതും അന്ന് വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ സർക്കാർ തന്നെ മധു ബാബുവിന് പ്രമോഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ശുപാർശ നൽകിക്കൊണ്ടുള്ള നീക്കങ്ങൾ നടത്തിയത് അന്ന് തന്നെ വാർത്തയായിരുന്നു. അതായത് ഇപ്പോൾ പുതിയ സർക്കാർ വന്ന ശേഷവും ഡിവൈഎസ്പി മധു ബാബുവിന് ഇപ്പോൾ സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു. കോട്ടയം അഡീഷണൽ SP ആയി നിയമിച്ചാണ് ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ, തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.